തുടരും സ്പോയിലർ ടോക്കാണ്. അപ്പോൾ സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. കാരണം ഇത് കഥ മൊത്തം പറയുന്നുണ്ട്. ഈ തുടരും തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഇട്ട് വെക്കുന്നുണ്ട് അവർ സംഗതി. ഇത് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ആ ഒരു ആനയുടെ സീൻ വെച്ചാണ് തുടങ്ങുന്നത്. ആ ഒരു ആനയുടെ ഷോട്ടിലാണ് മോഹൻലാലിൻ്റെ പേരെഴുതി തന്നെ. പിന്നെ ആ ഒരു ഉരുൾ പൊട്ടുന്ന സംഗതികളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചില സ്ഥലത്ത് ഇങ്ങനെ കാണാം, മനസ്സിലാവും അത് ഗ്രാഫിക്സ് എന്തോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ മനസ്സിലാവും. പക്ഷെ അത് എന്നാലും അത്ര ഇങ്ങനെ ഒരു കാണുമ്പോൾ അയ്യേന്ന് ഇങ്ങനെ തോന്നണൊരു ഇതല്ല. പിന്നെ അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഇൻട്രോ വളരെ നല്ല രസമുള്ള ഇൻട്രോ ആയിരുന്നു. ഇൻട്രോ തുടങ്ങി പിന്നെ മോഹൻലാൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ മലയിൽ നിന്ന് തിരിച്ചു വന്നു, ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി, വീട്ടിലത്തെ ശോഭനയെ കാണിക്കുന്നു, മക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണിക്കുന്നു. അവിടത്തേക്ക് അഭിനയവും കാര്യങ്ങളും അവിടെ കുറേ റെഫറൻസ് ഇങ്ങനെ വെക്കുന്നുണ്ട്. കുറച്ചധികം സിനിമകളുടെ ഇങ്ങനെ റെഫറൻസും എന്താ പറയുക, ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള കുറേ പ്രയോഗങ്ങൾ, ചില വാക്കുകൾ, ഈ മലങ്കൾട്ടൊക്കെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ക്രിഞ്ച്, അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ റെഫറൻസ് ഇങ്ങനെ വെക്കുന്നു. പിന്നെ മോഹൻലാലിൻ്റെ തന്നെ മരക്കാറ്, വാലിബൻ ഇങ്ങനത്തെ സിനിമലത്തെയൊക്കെ ഡയലോഗിൻ്റെ ചില റെഫറൻസ്, വെട്ടിയിട്ട വാഴത്തണ്ട്, അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. മറ്റേ ഇതുണ്ട്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ, കാണപ്പോരുത് നിജം, കണ്ടതെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്തിങ്ങനെ പോകുന്നുണ്ട്. ഈ മറ്റേ ആറാട്ട് പോലെ അത്ര ഒരു ഇതില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ കാറിനോടുള്ള ഒരു ഇഷ്ടം എന്താണ്, പണ്ട് മോഹൻലാൽ ഇതായിരുന്നു, മറ്റേ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. അത് ഫൈറ്റ് മാസ്റ്റർ അല്ല, സ്റ്റണ്ട് ആക്ടറായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അത് കുറേ കഴിയുമ്പോൾ അത് കാണിക്കാനാണ്. കാരണം കുറേ കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫൈറ്റും കാര്യമൊക്കെ വരും. അപ്പോൾ പെട്ടെന്നൊരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും ബിലീവബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ഇങ്ങനെ ഇട്ട് വെക്കണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടി കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ പഴയ രീതിയിൽ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ കുറേ മമ്മൂട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ, വേറെ കുറേ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ വിജയ് സേതുപതി ജസ്റ്റ് ഫോട്ടോയിൽ മാത്രം ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ വണ്ടിയോട് ഭയങ്കര ഇഷ്ടം, അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഈ ഇയാളുടെ മകൻ, ഷൺമുഖം എന്നുള്ള ക്യാരക്ടറിൻ്റെ മകൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും മറ്റേ ഇത് പ്രേമലുവിലുള്ള മറ്റേ സൈഡ് ആക്ടർ പുള്ളി വന്ന് വണ്ടി ഓടിക്കും. അപ്പോൾ അത് ചെറുതായിട്ട് ഇടിക്കും. അപ്പോൾ അതിലൊക്കെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഇതൊക്കെ കാണിക്കും. വണ്ടിയോട് അത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് കാണിക്കുക. പിന്നെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ പെട്ടുപോവുകയാണ്. അത് ഈ ക്യാരക്ടറുടെ കുഴപ്പം കൊണ്ടല്ല. വേറൊരു ആൾ, വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ഒരാൾ, വർക്ക്ഷോപ്പിൽ പണി ചെയ്യാൻ നിന്നൊരു പയ്യൻ ഈ വണ്ടി നന്നാക്കാൻ കൊണ്ടുപോയി. അത് മറ്റേ രോമാഞ്ചത്തിലൊക്കെ അഭിനയിച്ച ഒരു പുള്ളിയാണ്. ആ പുള്ളി വണ്ടി നന്നാക്കാൻ പോകുമ്പോൾ കഞ്ചാവ് കേസിൽ പുള്ളിയെ പൊക്കി. ഈ കാറിലാണ് കഞ്ചാവ് കടത്തിയത്. അങ്ങനെ ഈ കാറ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വയ്ക്കും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ബിനു പപ്പു ഉണ്ട്. അപ്പോൾ ഈ ബിനു പപ്പുവിനെ കാണുമ്പോൾ നമുക്ക് പുള്ളി ഇങ്ങനെ ഒരു എയറൊക്കെ പിടിച്ച് ഒരു മരടം പോലീസായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളി ആളത്ത് ഇതാണ്, റഫാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജാണ് കൊടുക്കണത്. അത് കഴിഞ്ഞ് ബിനു പപ്പ കാശിങ്ങനെ ഈ വണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി കുറേ രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. കുറേ പേരെ ചെന്ന് കാണുന്നു, കാശ് കൊടുക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കുറേ കാണിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഗതി കാണിക്കുന്നുണ്ട്. അത് ഈ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പോൾ കാശ് വേണം. അപ്പോൾ ഭാര്യ ഫോൺ വിളിച്ച് കാശുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാൻ പോവുകയാണ് ഈ ഷൺമുഖം എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഭാര്യ ഇങ്ങനെ കുറച്ചിങ്ങനെ ടഫായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യ, ഭർത്താവാണെങ്കിൽ ഇത്തിരി ഇതായിട്ടുള്ള അത്ര വലിയ ടഫൊന്നും അല്ലാത്തുള്ള രീതിയിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫോൺ വിളിക്കാൻ നേരത്ത് ഈ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മറ്റേ എന്താ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ മെസ്സേജ്, അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ കഥ നടക്കുന്നത് 2024 മെയ്യിലാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര ഇപ്പോഴത്തെ ഒരു സംഗതി, ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള, ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഗതി എങ്ങനെ അതിനകത്ത് കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ജസ്റ്റ് ഇങ്ങനെ അത് ഓഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഓഡിയോ ഇങ്ങനെ ആഡ് ചെയ്താണോ എന്നറിയില്ല. പക്ഷെ അതെന്തായാലും ഒരു നല്ല സംഗതിയായിട്ട് തോന്നി. പക്ഷേ കാലം നോക്കുമ്പോൾ 2024 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കാറ് കിട്ടുന്നില്ല, കുറേ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ, അയാളുടെ മുകളിലുള്ള പോലീസുകാരൻ,
ഇൻസ്പെക്ടറെ ചെന്ന് കാണുമെന്ന് പറഞ്ഞ് സി ഐയെ ചെന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ സി ഐ കാണുമ്പോൾ ഒരു കംപ്ലീറ്റ് ഇന്നേ വരെ കാണാത്തൊരു ആക്ടറാണ്. എനിക്ക് ആ ആക്ടർ ആരാന്നറിയില്ല. ആ ആക്ടർ വന്നു കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമുക്കത് എസ്റ്റാബ്ലിഷ് ആവണത്. അതിപ്പോൾ വേണമെങ്കിൽ ഒരു സാധാരണ വില്ലനായിട്ട് വന്ന ഒരാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇയാൾ വില്ലനാണ്. പിന്നെ നമുക്കതിലൊരു പുതുമ തോന്നില്ല. ഇതാണെങ്കിൽ കാണുമ്പോൾ ആദ്യം എനിക്കൊന്നും രജിസ്റ്റർ ആയില്ല. ഇയാൾ വില്ലനാണോ എന്താണിത്, ഇയാളെ കാണാത്ത ഒരാളാണല്ലോ. പക്ഷെ പുള്ളിയുടെ അഭിനയം കാര്യമൊക്കെ ഇത്തിരി ഒരു എയർ പിടിച്ചൊക്കെ, എയർ മീൻസ് ആ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കഴുത്തറുക്കുന്ന ടീമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായി ഇയാളാണല്ലേ മെയിൻ വില്ലൻ. അത് ക്ലിക്കായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം പിന്നെ ആ അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വില്ലൻ നല്ല നമുക്കിങ്ങനെ ഒരു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വില്ലനാണ്. കാണുമ്പോൾ നമുക്ക് ഇയാളുടെ ഉള്ളിൽ എന്തോ പുള്ളി ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തോ പണി വരുന്നുണ്ട്, നല്ല കിടിലം പണി വരുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലാകും. എന്നിട്ട് പിന്നെ ഈ വണ്ടി എടുത്ത് ഷൺമുഖത്തിനെ കൊണ്ട് നമുക്ക് നിൻ്റെ കാർ ഞാൻ തിരിച്ചു തരാടാന്നും പറഞ്ഞ് നീ എടുത്തോ എന്താ മറ്റേ ബിനു പപ്പുവിൻ്റെ കയ്യിൽ നിന്ന് താക്കോലൊക്കെ എടുത്ത് കൊണ്ട് ഇയാൾക്ക് കൊടുക്കും, മോഹൻലാലിന് കൊടുക്കും. ആ നേരത്ത് ബിനു പപ്പു ഒന്നും അല്ലാണ്ടാവും. പുള്ളി എത്ര നേരം അത്ര നേരം ഞാൻ വിചാരിച്ച പുള്ളി ഒരു മുരടനായിട്ടുള്ളൊരു പോലീസുകാരൻ, ഒരു വില്ലൻ അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ വിചാരിച്ചത്. മെയിൻ വില്ലൻ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഒരു വില്ലത്തരം ഉണ്ട് പുള്ളിക്ക്. പക്ഷെ പിന്നെ പുള്ളി അങ്ങോട്ടേക്ക് സൈഡാക്കി ഇയാളാണ് മെയിൻ വില്ലൻ കയറി അങ്ങോട്ടേക്ക് പുള്ളി അഴിഞ്ഞാടുക. പിന്നെ പുള്ളി ഇയാളെ കൊണ്ടുപോയിട്ട് ഈ കാർ കൊടുത്തോണ്ട് നീ ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ ഇവരും കയറും. ഞങ്ങളെ ഒരു ഒരുത്തൻ്റെ കല്യാണമുണ്ട്. ഫർഹാൻ ഫാസിൽ ഒരു പോലീസുകാരൻ തന്നെ ആ സ്റ്റേഷനിലുള്ള. അപ്പോൾ അയാളുടെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അയാളുടെ വീട്ടിൽ പോകണം, തലേന്ന് വീട്ടിൽ പോകണം, രാത്രി പോകണം. അപ്പോൾ അവിടെ പോയിട്ട് നീ ഞങ്ങളെ തിരിച്ച് സേഫായിട്ട് കൊണ്ട് ആക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ പോലീസുകാർ ഇവർ രണ്ടുപേരും പോയി അവിടെ ഇരുന്ന് കുറേ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. ഈ മെയിൻ വില്ലൻ ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കും. ആ നേരത്ത് ബിനു പപ്പു മൊത്തം ഇങ്ങനെ കുറച്ചിങ്ങനെ ടെൻഷൻ അടിച്ചാൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇയാൾ മെയിൻ വില്ലനായിട്ടുള്ള ആ പോലീസുകാരൻ പുള്ളിയുടെ ചിരിച്ചുകൊണ്ടുള്ള വില്ലത്തരമൊക്കെ ഇങ്ങനെ പുള്ളി എന്തോ നടന്നിട്ടുണ്ട്, എന്തോ വലിയ സംഭവം വരാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ആ കല്യാണ വീട്ടിൽ ഇങ്ങനെ നിൽക്കണേ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും, കാണുന്ന പ്രേക്ഷകന് മനസ്സിലാവും ഇത് അയാൾ എന്തോ കണ്ടിട്ടുണ്ട്, എന്തോ പണി മോഹൻലാലിന് വന്നുണ്ട്, അയാൾക്കിട്ട് പണി കൊടുക്കാൻ പോവുകയാണ്. പിന്നെ വിചാരിച്ച പോലെ തന്നെ ആ കല്യാണം രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാവരും ആൾക്കാരൊക്കെ പോയി, തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇയാൾ പറയും നീ വണ്ടി എടുക്കുക, നമുക്ക് മുകളിലേക്ക് പോകാം. അത് നടക്കണത് പത്തനംതിട്ട റാന്നി അവിടെയാണ് നടക്കണത്. അപ്പോൾ നമുക്കൊന്ന് മുകളിലേക്ക് പോകണം, മലയിലേക്ക് പോകണം, മുകളിലേക്കൊന്ന് പോകാം, നമുക്ക് അവിടെയൊക്കെ പോവാം എന്നും പറഞ്ഞ് ഇയാളെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് മല കയറി ഉള്ളിലേക്ക് ഏതോ കാടും പ്രദേശത്തേക്കൊക്കെ കൊണ്ടുപോകും. അപ്പൊക്കെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ പറയണ്ട, അകത്തേക്കൊക്കെ വണ്ടി എടുക്കാൻ പറ്റില്ല സാർ, ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് പിന്നെ അകത്ത് ഒരു കാടിൻ്റെ ഉൾപ്രദേശത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ വില്ലൻ ഒരു കാര്യം പറയും, നിൻ്റെ വണ്ടിയിലൊരു ഡെഡ് ബോഡി ഉണ്ട്. അത് ഈ പയ്യൻ ഈ പോലീസുകാരൻ ആയിട്ടുള്ള ഫർഹാൻ ഫാസിലിൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കണേ. അപ്പോൾ ആ അനിയത്തിക്ക് ഏതോ പ്രണയം ഉണ്ടായിരുന്നു. ആ പയ്യൻ എന്തോ തലേന്ന് വന്നിട്ട് അവിടെ എന്തോ ബഹളം ഉണ്ടാക്കി, ചെറുതായിട്ട് ഇങ്ങനെ ഈ പെണ്ണിൻ്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചു. ആ പയ്യൻ്റെ കയ്യിൽ ഈ പെണ്ണിൻ്റെ എന്തോ വീഡിയോ ഉണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചു. ആ നേരത്ത് ഈ പെണ്ണിൻ്റെ അച്ഛനാണ് അറിയാണ്ട് പുള്ളിക്കൊരു കയ്യബദ്ധം പറ്റി, പുള്ളി പിടിച്ച് അടിച്ചു. അപ്പോൾ ഇവൻ മരിച്ചു. അപ്പോൾ അവൻ്റെ ഡെഡ് ബോഡി നിൻ്റെ വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോലീസുകാരായത് കാരണം അപ്പോൾ നമ്മൾ ആ പരിപാടി അതങ്ങ് മറക്കണമല്ലോ, അതിനു വേണ്ടിയാണ് ഞങ്ങൾ പുള്ളിയെ നിന്നെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ, ഡെഡ് ബോഡി കളയാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ കാട്ടിൽ കൊണ്ടുപോയി കളയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് പുള്ളിക്ക് ആകെ പണി കിട്ടണത്, ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടറിന്. പിന്നെ പുള്ളി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നേരത്തെ മ്യൂസിക്കും ക്യാമറയും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ ഒരു ഉത്സവത്തിൻ്റെ എന്തോ ഒരു പ്രൊസഷൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ നേരത്ത് കുറേ തെയ്യം പോലത്തെ സംഗതികൾ ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മ്യൂസിക്കും അങ്ങനത്തെ കുറേ സീനും ഈ മറ്റേ പന്തത്തിലേക്ക് ഇങ്ങനെ എറിയുമ്പോൾ തീ ഇങ്ങനെ വരില്ല, അങ്ങനത്തെ സംഗതികളൊക്കെ ഇങ്ങനെ കാണിച്ച് ഫുള്ള് ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഫുള്ളൊരു കഷ്ടപ്പാടിങ്ങനെ അനുഭവിക്കുന്നൊരവസ്ഥയാണ്. അവിടെ വെച്ച് നല്ലൊരു സ്ഥലത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഈ വണ്ടി എടുത്ത് തിരിച്ചു വരും. പോലീസുകാർ വിടും, നീ പൊക്കോന്ന് പറഞ്ഞ് പുള്ളി വീട്ടിലേക്ക് എത്തും.
വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രി വീട്ടിലേക്ക് കയറിയിട്ടില്ല, മുമ്പിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവിടെ കിടന്നിങ്ങനെ ഉറങ്ങി. ഉറങ്ങി കഴിഞ്ഞ് പിന്നെ ഭാര്യ എഴുന്നേറ്റ് ഭാര്യ എഴുന്നേറ്റ് വരുമ്പോൾ പുള്ളി ഇതെന്താ ഇത്, നിങ്ങൾ പോയി കുളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഇങ്ങനെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഈ ശോഭനയുടെ അഭിനയം ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്നും അറിയില്ല, എന്താ നടന്നതെന്നൊന്നും അറിയില്ല. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇയാൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പുള്ളി കാറൊക്കെ കഴുകും, വൃത്തിയാക്കും. പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ഏതാണെന്നൊന്നും മനസ്സിലാവണില്ല, എന്താ ഇനി ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഷൺമുഖം എന്നുള്ള ക്യാരക്ടറിൻ്റെ മകനെ കാണാനില്ല. അപ്പം മകൻ കോളേജിലാണ് പഠിക്കണത്. മകൻ മറ്റേ തോമസ് മാത്യു. അപ്പോൾ പുള്ളിയെ കാണാനില്ല. അപ്പോൾ പുള്ളിയുടെ കോളേജിൽ പോയി തപ്പി നോക്കും. അവിടെ പോയി തപ്പി നോക്കുമ്പോൾ അവനെ കാണാനില്ല. അപ്പോൾ എന്തോ ഇയാൾക്ക് പന്തികേട് തോന്നും. എന്നിട്ട് പുള്ളി ഈ വണ്ടി എടുത്ത് പോകാൻ നേരത്ത് ഈ ഇയാളുടെ അംബാസഡർ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും ഇറങ്ങാൻ നേരത്ത് ഈ മകൻ്റെ പോലത്തെ ഒരു ബൈക്ക് അവിടെ കാണും. അപ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പുള്ളിക്ക് തോന്നും. എന്നിട്ട് പുള്ളി ആ നേരത്ത് ഈ ഡെഡ് ബോഡി പുറകിലത്തെ ഡിക്കിയിലിട്ടിരുന്ന സമയത്ത് ഒരു പേഴ്സ് പുറത്തേക്ക് പോയിട്ട് വീണിട്ടുണ്ടായി. അവിടെ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേഴ്സ് എടുത്ത് അവസാനം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അത് പെട്ടെന്ന് ഇങ്ങനെ ഭാര്യയൊന്നും കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അത് പറമ്പിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. ഈ ശോഭന ഇങ്ങനെ വരുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. അത് തപ്പിയെടുത്ത് നോക്കുമ്പോഴാണ് അവസാനം മനസ്സിലാവണേ ആ പേഴ്സിൽ മകൻ്റെ പേഴ്സാണത്. അപ്പോൾ ഇവർ മകനെയാണ് കൊന്നത്. അപ്പോൾ ഈ മകനാണോ ഫർഹാൻ ഫാസിലിൻ്റെ അനിയത്തിയുടെ കാമുകൻ എന്നൊക്കെ പുള്ളിക്കപ്പോൾ എന്താ സംഗതി എന്ന് മനസ്സിലാവണില്ല. പിന്നെ ആ നേരത്ത് മോഹൻലാലിൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ടോ, ഭയങ്കര വിഷമിച്ചിരിക്കണ അവസ്ഥയിലൊക്കെ. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ നിന്ന്. പക്ഷെ അത് കാരണം അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഫുൾ ഇത് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മോഡ് അങ്ങോട്ടേക്ക് മാറി. പിന്നെ പുള്ളി ഇനി കളിച്ച് തീർക്കാം എന്നുള്ള രീതിയിൽ ഇനി പ്രതികാരം എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കി പ്രതികാരം അതിനു വേണ്ടി പിന്നെ ഈ ഫർഹാൻ ഫാസിലിൻ്റെ വീട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് ചോദിക്കും എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ നേരത്ത് ഫർഹാൻ ഫാസിൽ ആദ്യം മൊത്തം കിടന്നിങ്ങനെ പതറും. പുള്ളി എന്തൊക്കെയോ എനിക്കൊന്നും അറിയില്ല, ഈ സംഗതിയെ പറ്റിയൊന്നും എനിക്കറിയില്ല, ഞാനും മറ്റേ പോലീസുകാർ പറഞ്ഞപ്പോഴാണ് ഞാനും പറയണേ ഇങ്ങനെ ഇവനെ കൊന്നു എന്നൊക്കെ. അപ്പോൾ എൻ്റെ മകൻ എവിടെയെന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈ ഫർഹാൻ ഫാസിലിനെ നൈസായിട്ട് പുള്ളി അങ്ങ് പിടിച്ചു കെട്ടി കൊണ്ടുപോകും. അത് കാണിക്കണില്ല, അത് കൊണ്ടുപോയി നേരെ തമിഴ്നാട്ടിലേക്ക് പോകും. തമിഴ്നാട്ടിൽ പോയി പിന്നെ ഈ പോലീസുകാരനെ വിളിക്കും, മെയിൻ വില്ലനായിട്ടുള്ള ആളെ വിളിക്കും. അയാളെ വിളിച്ച് പറയും ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയും. ആ നേരത്ത് ഫർഹാൻ ഫാസിലിനെ പിടിച്ച് തല്ലും, അയാളുടെ വിരൽ പിടിച്ചൊടിക്കും. അപ്പോൾ പോലീസ് വരും, ഈ മെയിൻ വില്ലൻ വരും. വന്നു കഴിഞ്ഞിട്ട് പറയും ഇത് നീ അങ്ങനെ രക്ഷപ്പെടില്ല, ഇത് എൻ്റെ കളിയാണ്, നിന്നെ ഞാൻ പൂട്ടും എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം ആ നേരത്തൊരു സ്റ്റണ്ടും കാര്യമൊക്കെ ആ നേരത്ത് ഫുള്ള് ഒരു മാസ് സംഗതി അവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റണ്ടും കാര്യമൊക്കെ കാണിച്ച് ഫൈറ്റൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഫൈറ്റ്. അത് കഴിഞ്ഞ് മോഹൻലാലിനെ പിടിച്ചോണ്ട് നാട്ടിൽ കൊണ്ടുപോകും. ആ നേരത്ത് അതിൻ്റെ ഇടയ്ക്ക് ഈ ശോഭനയും മക്കളെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അടിക്കും ഇടിക്കും, കുറേ കള്ളക്കഥയൊക്കെ ഉണ്ടാകും. ആ നേരത്താണ് അറിയണേ മരിച്ചുപോയ ഈ മകൻ ശരിക്കും ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ മകനല്ല. അത് ഈ വിജയ് സേതുപതിയുടെ ഫോട്ടോ ആദ്യം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ആ വിജയ് സേതുപതി പണ്ട് ഇയാൾ ഈ ഫൈറ്റ് ആക്ടറായിരുന്നല്ലോ. ആ സമയത്ത് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വിജയ് സേതുപതിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വിജയ് സേതുപതിയുടെ ആദ്യത്തെ ഭാര്യയായിരുന്നു ഈ പെണ്ണ്, അതിലുണ്ടായ മകനായിരുന്നു. അപ്പോൾ വിജയ് സേതുപതി അതൊരു ഇതിൽ വെച്ച് ഒരു സ്റ്റണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു. അപ്പോൾ ഇയാൾക്ക് കഷ്ടം തോന്നി ഈ ഭാര്യയും കുട്ടിയൊക്കെ ഏറ്റെടുക്കും. അങ്ങനെയാണ് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് തന്നെ. അപ്പോൾ അതും പറഞ്ഞ് കുറേ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കും. ആദ്യത്തെ മകൻ ഇയാളുടെ സ്വന്തം മകനല്ല, അതുകൊണ്ട് പുള്ളിക്ക് ദേഷ്യം വന്നു, മകൻ ഏതോ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് കൊന്നതാണ് എന്നൊക്കെ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി പോലീസ് ആകെ ഭയങ്കര മോശം അവസ്ഥയാണ്. ഇയാൾക്ക് ഇമേജൊക്കെ ഇല്ലാതാക്കാൻ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇയാളെ അവിടെ ഇരുത്തും, ലോക്കപ്പിലിട്ട് കഴിയുമ്പോൾ പിന്നെ അവസാനം ഇയാളുടെ പ്ലാൻ, ഈ വില്ലൻ്റെ പ്ലാൻ അവിടെ വെച്ച് തന്നെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ അങ്ങ് തീർക്കാനാണ് പ്ലാൻ. അവിടുത്തെ CCTV ഒക്കെ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് രാത്രി
വേറെ കുറേ പോലീസുകാരെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഇവനെ അങ്ങ് കൊല്ലാനാണ് തീരുമാനം. ആ നേരത്ത് പിന്നെ കുറച്ചധികം മാസ് സംഗതികളുണ്ട് അവിടെ. കംപ്ലീറ്റ് എല്ലാവരെയും ഇടിച്ചിട്ട് മോഹൻലാൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നേരെ അപ്പോൾ ഈ വില്ലൻ അറിയും, ഓ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ പിന്നെ വില്ലൻ നേരെ മോഹൻലാലിൻ്റെ വീട്ടിൽ ചെന്ന് വീണ്ടും ഭാര്യയും മക്കളെയൊക്കെ പിടിച്ച് തല്ലും. ആ നേരത്ത് ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ നേരെ വില്ലൻ്റെ വീട്ടിൽ പോകും. വില്ലൻ്റെ വീട്ടിൽ പോയി അവിടെ വില്ലൻ്റെ മകളുണ്ട്. വില്ലൻ്റെ മകളായിട്ട് വന്നത് ആർഷ ബൈജുവിനെ ചെന്ന് നിൻ്റെ മകളെ കൊല്ലുന്ന ഇയാളെ വിളിച്ച് പറയും, വില്ലനെ വിളിച്ച് പറയും. അപ്പോൾ വില്ലൻ ഓടി കതച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തും. അപ്പോൾ മോഹൻലാൽ അവിടെ ഉണ്ടാവും. ആ നേരത്ത് ബിനു പപ്പുവിനെ കൊല്ലും. അതിൻ്റെ ഇടയിൽ ബിനു പപ്പുവിനെ കൊന്നു കഴിഞ്ഞ് ഫൈറ്റൊക്കെ കഴിഞ്ഞ് ബിനു പപ്പുവിനെ കൊന്ന് അവസാനം ഈ വില്ലൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും പറയും, നിൻ്റെ മകളെ ഞാൻ കൊന്നു എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും കൊന്നിട്ടില്ല. അവസാനം വില്ലനെ അവിടെ വെച്ച് പിന്നെ ഫുള്ള് ഫൈറ്റ് അടിയിടി അതൊക്കെ ചെയ്ത് കൊല്ലും. കൊന്നുമ്പോഴത്തേക്കും അപ്പോൾ ആർഷ ബൈജു അവിടെ മാറുന്നത് കാണുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവണത് ശരിക്കും കഥ അങ്ങനെയല്ല. ഈ വില്ലൻ്റെ മകളെ പ്രേമിച്ചതാണ് ഈ മോഹൻലാലിൻ്റെ മകൻ. അപ്പോൾ അത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെ കൊണ്ടുവന്ന് സ്റ്റേഷനിലിട്ട് കുറേ അടിയും ഇടിയൊക്കെ ഉണ്ടാക്കി അടിച്ച് അവനെ അങ്ങോട്ട് കൊന്നു. ശരിക്കും കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇവൻ്റെ ഈ മോഹൻലാലിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്, ആ ക്യാരക്ടറിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. അങ്ങനത്തെ രീതിയിൽ അവസാനം എഴുതി വരുന്നത് കുറേ ദുരഭിമാനക്കൊല നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഇത്രയും അധികം ദുരഭിമാനക്കൊല നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണിച്ചുകൊണ്ടാണ്. അതാണ് ശരിക്കും കഥ. ഇതിപ്പോൾ ചെയ്തു വെച്ചേക്കണ ഒരു നല്ല രീതി തന്നെ ഒരു കമേഴ്ഷ്യൽ ഫിലിം ചെയ്തു വെച്ചേക്കണ സംഗതികളാണ്. സെക്കൻഡ് ഹാഫിൽ കൂടുതലും വന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് ഹാഫിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫിലെത്തുമ്പോൾ കുറേ മാസ് സംഗതികൾ, ആഘോഷിക്കാൻ പറ്റിയ കുറേ സംഗതികളുണ്ട്. ഫാൻസ് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന സംഗതികളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഫാമിലി പ്രേക്ഷകർക്കും ഈ പറഞ്ഞ പോലെ അത് ഇഷ്ടപ്പെടും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ദൃശ്യം ലൈക്ക് എന്നൊക്കെ പറയുമ്പോൾ ദൃശ്യത്തിൽ ഇങ്ങനത്തെ ഒരു ഇതില്ല, എന്താ പറയുക, ഒരു ഭയങ്കര അങ്ങോട്ടേക്കൊരു മാസ് സംഗതി അതിനകത്ത് വരുന്നില്ല. അതിനകത്ത് ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ ഉപയോഗിച്ച് പുള്ളി അങ്ങനെ നേരിടും എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ കുറേ കൂടെ ഫൈറ്റും സംഗതികളും, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഫുള്ള് പോലീസുകാരെ തല്ലി പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കൊരു ഇതിലേക്ക് വരില്ല. അപ്പോൾ ദൃശ്യത്തിൽ ഒറ്റ ഫൈറ്റ് പോലും ഇല്ല. പുള്ളി ഇങ്ങനെ അടിങ്ങനെ കൊള്ളുകയാണ്. കൊള്ളൽ മാത്രമല്ല, തിരിച്ചറിയണം പോലും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിലങ്ങനെ തിരിച്ചൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ തോന്നി വേണമെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ പടം ഓടണമല്ലോ, അത് കാരണം ആ ഒരു മാസ് സംഗതി ഇറക്കിയതാണ്. നല്ല രീതിയിൽ അങ്ങ് പോട്ടെ, കത്തിക്കയറട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊരു പ്യുവർലി ഫാമിലി ഓഡിയൻസിൻ്റെ ഇതിൽ നോക്കുമ്പോൾ അവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞൊരു ഫുള്ളി ക്ലാസ് എന്നുള്ളൊരു ഫിലിം ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഫൈറ്റും സംഗതിയൊക്കെ വേണമെങ്കിൽ ഒരു മാറ്റി കുറച്ച് സ്ക്രിപ്റ്റിലൊക്കെ മാറ്റം വരുത്തായിരുന്നു. വേണമെങ്കിൽ ഇത്രയും ഫൈറ്റ് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ. ഇതിപ്പോൾ മാസ് രീതിയിൽ കാണുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കണേ. പിന്നെ എനിക്ക് തോന്നിയത് അവസാനമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കഥ എന്താണ് ശരിക്കും നടന്നതെന്നുള്ളൊരു സസ്പെൻസ് അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ മകൻ ആരെയാണ് പ്രേമിച്ചത്, എന്താണ് സംഗതി എന്നൊക്കെ മനസ്സിലാക്കി വരാനൊരു സസ്പെൻസ് ഉണ്ട്. പക്ഷേ അതല്ലാതെ ഭയങ്കര ഒരു പ്ലാനൊക്കെ വെച്ച് നീങ്ങുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ അധികം കാണിക്കുന്നില്ല. കുറച്ചും കൂടെ അത് കാണിക്കായിരുന്നു ശരിക്കും. കുറച്ചും കൂടെയൊക്കെ ഇതിപ്പോൾ പോലീസുകാർ ഇത്രയും പ്ലാനിങ് ഒക്കെ വെച്ച് ഇവനെ കൊടുക്കാൻ നോക്കുന്നു, അപ്പോൾ തിരിച്ച് അവരെ കൊടുക്കാനുള്ള സംഗതിയും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള സംഗതി ആ ഒരു രീതിയിൽ കുറച്ചും കൂടെയൊക്കെ ഒരു സസ്പെൻസ് കൂട്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. കുറച്ചും കൂടെ ഒരു ചെറിയൊരു മിനുക്ക് പണിയും കൂടെ നടത്തായിരുന്നു. ഇത് മൊത്തത്തിൽ പടം നല്ലതാണ്, പക്ഷേ കുറച്ചും കൂടെ നന്നാക്കിയിരുന്നു. കണ്ടിരുമ്പോൾ നോക്കുന്നു കുറച്ചൊന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ചെത്തി എനിക്ക് പോളിഷ് ചെയ്യായിരുന്നു എന്നുള്ളൊരു ഇതിങ്ങനെ തോന്നി. പക്ഷെ ഓവറോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ തന്ന പടമാണ്. കഴിഞ്ഞ എമ്പുരാനേക്കാളും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്.